Guys, we are stranded. Oh, the pool. Anyway, ഞാൻ പോകുന്നു. Bye bye. ഊട്ടിയാണെന്നുള്ള പ്രയാണങ്ങളെ കിട്ടുമ്പോ പേടിക്കുകയും ചെയ്യും. മരത്തിന്റെ മൂട്ടിന്റെ ആ ഒരു ഭാഗം കനമുള്ള ഒരു സർപ്പത്തിനെ കണ്ടത്. നേരെ നേരെ അല്ല വെയിറ്റ് തിരിച്ചിട്ടാ പാറ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിച്ചു എവിടെയാണോ അമ്പലം അയ്യോ ഓഫ് റോഡ് എൻ്റെ വണ്ടിക്ക് താങ്ങാൻ പറ്റുമോ ഈ ഓഫ് റോഡ് ഓക്കെ അവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ മേലേക്കാണ് പോകുന്നത് അവൻ എന്തൊക്കെയോ കാണിച്ച് വണ്ടി കയറ്റുന്നുണ്ട് ഇത് എൻ്റെ മേലേക്ക് തന്നെയല്ലേ പോണേ എടാ ചേടി കേൾക്കുന്നില്ല അല്ലെങ്കിൽ അവനോട് പോയി ഒന്ന് നോക്കിയിട്ട് വരാൻ പറയാറുണ്ട് എന്നെ നടത്തിച്ചല്ലോടാ നീ ആ എടാ നീ ചോദിച്ചാ ആരോടെങ്കിലും ഞാൻ പോയി ചോദിക്കണോ അറിയില്ല ചോദിച്ചോക്കാം ഇവിടെ പട്ടിക്കൂടാണോ കാണുന്നത് സിനിമക്കൂട ആ ലോക്ക്ഡ് ജെഡി വി ആർ ലോക്ക്ഡ് അവിടെ ലോക്ക് ചെയ്തേക്കാം ആ അതല്ല തുരപ്പ ആ അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ അവിടെ വന്നിട്ടൊന്നുമില്ല ആദ്യമായിട്ട് പറഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏയ് അല്ലല്ലേ എനിക്ക് അതെ അവിടെ ഒരു 2 വീട് കണ്ടു ഞാൻ സിനിമയിൽ കാണുന്ന പോലെ ഒരു ഒഴിഞ്ഞൊരു വീട് ആ വാ കയറ്റി ഇവിടെ നേരെയുള്ള വഴിയാ ആ ഇവിടെ വീടൊക്കെ ഉണ്ട് ഇവിടെ ഇറക്കാനുള്ളൂ നമ്മൾ ഇറങ്ങിപ്പോവാ അയ്യോ ഇറക്കാണോ മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലല്ലോ ഇനി അതാണോ ഇതാണോ എന്താ കുഞ്ഞ് ഇനി എന്തായാലും ആ വഴി ഇറക്കും ഈ വഴി ഇറക്കണം വഴുക്കലുണ്ടോ വഴി നീ ഇറങ്ങ് എന്താടാ പേടിച്ചു പോയെന്ന് എന്തായാലും ഇവിടെ വരെ എത്തിയില്ലേ വാ ഗൂഗിൾ മാപ്പിൽ അവിടെ അവസാനിച്ചു അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് Guys, we are stranded. അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം ആ ജെഡി കൊങ്ങോട്ടിൽ വരുന്നുണ്ട് ബാഗ് വിട്ടോ കമ്മന്ന് നടക്കണോ അയ്യോ ഗായ്സ് മിക്കവാറും ഇതും ഒരു ഡെഡ് എൻഡ് ആവാൻ സാധ്യതയുണ്ട് അവനവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ ഒരു അനക്കം കേൾക്കുന്നില്ല യെസ് അതൊരു ഡെഡ് എൻഡ് അവിടെ ആരുമില്ലേ എന്നാ തിരിച്ചോടാ പോവാ അവിടം വരെ കയറാം അവിടം വരെ ഞാൻ നടക്കണം ഇതൊരു കാര്യം നീ ഇറങ്ങി നടക്കും ഞാൻ വണ്ടി ഓടിക്കാം എങ്ങനെ ഇതല്ല വഴി അത്ര അധികം പേര് റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എടാ എനിക്ക് തോന്നണം മെയിൻ എൻട്രൻസ് നമുക്ക് തോന്നേ ആ വണ്ടി അവിടെ വയ്ക്കണം എന്നിട്ട് അമ്പലത്തിൻ്റെ വഴി കയറി പോകണം അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തട്ടെ എടാ വണ്ടിക്ക് കേടവും ആ അതാ പറഞ്ഞ വണ്ടിക്ക് കേടവും വിട്ടോ ആ പോട്ടെ ഓക്കെ ഒരു മാർഗമില്ല ഒരു വീട്ടിൽ കയറി ചോദിക്കേണ്ടി വരും അവിടെ ചോദിക്കാനാണ് പ്ലാൻ ആ അമ്പലത്തിൻ്റെ അടുത്താണ് ഈ വീട് പട്ടി കൊണ്ട് സൂക്ഷിക്കാനുള്ള ബോർഡ് ഇവിടെ ഇല്ല ഓക്കെ
ഗൈസ് വഴി കിട്ടി. നല്ലൊരു ചേച്ചി ഒരു അമ്മാമ്മയായിരുന്നു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഏകദേശം വഴി എനിക്കറിയാം. ആ ഓക്കെ. ആ ചേട്ടന്മാർ പറഞ്ഞു തന്നെ. പിന്നെ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായി അല്ലേ ഈ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. അയ്യോ എൻ്റെ മോനെ, ഇത് നമ്മൾ മറ്റേ മുതുകോര പോയ ടൈപ്പ്. നല്ല കാര്യടാ. അവിടെ വെള്ളമുണ്ട്, അവിടെ പോയിട്ട് കുടിക്കാം, വേറെ വഴിയില്ല. ഓ നൈസ്, അടിപൊളി. ഇതാണ് ചെറിയൊരു ട്രക്കിംഗ് എന്ന് പറഞ്ഞവർ. വ്യൂ അടിപൊളിയാണ്. പിന്നെ മിന്നലേൽക്കുമെന്ന് പറഞ്ഞു മഴക്കാലത്ത്. അപ്പോൾ അതാണ് സീൻ. ഒന്ന് വഴുക്കലും പിന്നെ മിന്നലും. ഓ സിമ്പിളായിട്ട് കയറിയല്ലോ. യെസ്. ഇങ്ങനൊരു മരം മുറിച്ച് കിടക്കണം. ലെറ്റ്സ് ഗോ മാൻ, ലെറ്റ്സ് ഗോ. ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഞാൻ കയറി. കണ്ടാ മോനെ, ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ ഒന്നുമില്ല, രണ്ട് കാലും വെച്ച് കയറി. കണ്ടാ അല്ല ഡയലോഗ് അടിക്കാൻ നോക്കാൻ എന്റെ കോപ്രോ തരുന്നില്ല. കാരണം എനിക്ക് തന്നെ വിശ്വാസമില്ല. നീ വേറെ നിന്റെ ഫോണും പിന്നെ നിന്റെ വേറെ ഇല്ല, അതുകൊണ്ടാണ് നീ ഡയലോഗ് അടിക്കണേ. ഇവിടെ തെളിച്ച വഴി, തെളിവ് കുറവാ. എൻ്റെ പണി നോക്കൂ. അതാണ് സാധനം. പക്ഷെ നല്ല വഴുക്കലുണ്ട് കേട്ടോ. എന്നാ പിക്ചർ എടുത്തോ അല്ലേ? വീഴാണ് മുന്നേ ഞാൻ പറയാം. വാണിങ് തരാം. എങ്ങനെ തരണ്ടേ? വീഴാറായി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാവും. എൻ്റെ ദൈവമേ. കൈസ് ഈ വഴിയാണ് ഞങ്ങൾ കയറി വന്നത്. അതെ, നമുക്ക് ഇവിടുന്ന് വ്യൂ കണ്ട് തിരിച്ചറിയാലടാ. ജേഡിയൊക്കെ കയറി ഡാവസീനാ. ഞങ്ങളത് എത്തി. പട്ടിയായി നീ ഇങ്ങനെ കിതക്കല മോനെ, ഇങ്ങനെ കിതക്കല്ലേ? സ്റ്റാമിന പോയി നിന്റെ. അതിൻ്റെ മേലെ കയറാൻ പറ്റണോ? പറ്റൂടാ. പോവാ പിന്നല്ലാണ്ട്. ഞാൻ അതിൻ്റെ മേലും കൂടെ ഒന്ന് കയറി നോക്കാം. ആ കാണുന്ന മൊട്ടക്കുന്ന്. ഇതാണ് ട്രക്കിങ്. ഇതെന്തോന്നാണ് ഇത്? ആ വഴുക്കണ്ടാ? അയ്യോ, അവിടെ പൊത്തി പിടിച്ച് കയറിയിട്ടും പറ്റണില്ല. എൻ്റെ പൊന്നേ, ഇത് കൂടെ വഴിയുണ്ടോ? ഗുഡ് ഗുഡ്. എടാ മരത്തിൻ്റെ അവിടെ എങ്ങാനും പോടാ, അത് കൂടെ വഴിയുണ്ടാവും. ഓഫ് എൻ്റെ പൊന്നെ, ഞാനിത് എങ്ങനെ കയറാനാ? എൻ്റെ നോക്ക്, അടിപൊളി. ചിലപ്പോൾ ചെരുപ്പ് അവിടെ ഇരുന്ന് ഞാൻ ഒഴുക്കിപ്പോവും. ആ ടോപ്പിലെത്തി ഞങ്ങൾ. നല്ല കിടിലൻ ട്രക്കാണ് കേട്ടോ. ഓ ഞങ്ങളിത് ഇവിടെ എത്തിയപ്പോഴാണ് കാണുന്നത്. ഇതേ അവിടെ ഒരു ടാർപ്പായ പോലെ കണ്ടോ? അതൊരു അമ്പല ടാർപ്പായ അല്ലേ, ഷീറ്റ്. അവിടേക്കൊന്ന് കയറണം. അതാണ് ഇതിൻ്റെ ടോപ്പ്. അത് ഏത് വഴിയാണെന്ന് കണ്ടുപിടിക്കണം വേഗം.
അങ്ങനെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ അമ്പലം. ഇവിടെ വേറെ എന്തോ ഇതും കൂടി ഉണ്ടല്ലോ. ഞാൻ ഈ വഴി കൂടെ ഒന്ന് നടന്ന് നോക്കാം. കയറണ്ട, അത് വേറെ ടാസ്ക്. എനിക്ക് തോന്നുന്നു അവിടെ വഴിയുണ്ട്. യെസ്, അത് കൂടെ വഴിയുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കുവാണ്. എൻ്റെ പൊന്നെ, ഇങ്ങനൊരു പോക്ക് പോയി. ഇതാണ് വ്യൂ. യെസ് ഗൈസ്, അതിൽ കൂടെ ഒരു വഴി ഞാൻ കാണുന്നു. നല്ല അസല് വഴി. ഒരു മിനിറ്റ്, ഇത് എങ്ങോട്ടീ വിളിക്കണം എന്നെ? ഇങ്ങനെ വഴി ഉണ്ടെങ്കിൽ ഇങ്ങനെ ശരിയാവും. ഇതുകൊണ്ട് ഞാൻ നിർത്തുക. ഏട്ടാ, ഇത് എവിടേക്കാന്ന്? ഗൈസ്, ഞാൻ ഇതാ ഇങ്ങനെ പോയോണ്ടിരിക്കുവോ. അടിപൊളി. ഇങ്ങനൊരു വഴിയും അടിയിലേക്ക് ഇങ്ങനെ ഒരു അവിടം വരെ കൂടെ ഒന്ന് പോയിട്ട് വരാവേ. ഞാൻ തിരിച്ചവിടം വരെ നടക്കണ്ടേ. അവന് വിളിക്കാനൊന്നും പറ്റില്ല. അടിപൊളി. ഇങ്ങനൊരു വഴിയുണ്ട്. ഇത് അമ്പലത്തിക്കുള്ള വഴിയാണോ? നേരത്തെ താഴെ കണ്ട അമ്പലത്തിക്കുള്ള വഴിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായില്ല. ഇല്ല, എന്തായാലും ഇത് പെട്ടെന്ന് എത്തും. നോക്കി നോക്കാം, ഈ വഴി കൂടെ ഒന്ന് വന്ന് നോക്കാം. പിന്നെ അതേ വഴി. ഈ ഒരു വഴിയും കൂടി ഉണ്ട്. ഇതെവിടേക്ക് എത്തും? അവിടെ വീടുണ്ട്. ഒരു പാറയുടെ മേലേക്ക് ഇങ്ങനെ ഇതാണ് വഴി. ഇതിൽ പട്ടിയുണ്ട്. വെറുതെ വേണ്ട, ഇട്ടിട്ടുണ്ടോ? കഴുത്തിലൊന്നും കാണാനുമില്ല. ഇവിടെ അമ്പലം കാണാൻ വന്നതാ. അല്ല, ഈ വഴി നമുക്ക് ഇറങ്ങാൻ പറ്റുമോ? ഈ വഴി ഇറങ്ങി പോകാൻ പറ്റുമോ? ഇല്ല, ഞങ്ങൾ മറ്റേ വഴിയാ വന്നേ. അപ്പൊ ഈ വഴി ഞാൻ വന്ന് നോക്കിയപ്പോ ഇവിടെ വഴി കണ്ടേ. അപ്പൊ ഈ വഴി ഇറങ്ങാൻ പറ്റുമോ നോക്കിയതാ. ഞങ്ങള് 2 പേര്. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, അവിടെ മേലെ ഇരിക്കുക. ആണ് എന്ത് എവിടെ? മരം നിൽക്കുന്നില്ലേ? മരത്തിന്റെ മൂട്ടിന്റെ ആ ഒരു ഭാഗം കനമുള്ള ഒരു സർപ്പത്തിനെ കണ്ടത്. അവര് കണ്ടത് അതിനകത്ത് ചുരുണ്ട് മടങ്ങി ഇരിക്കുന്നതായിട്ട് അവരത് വൈകുന്നേരം അവർ കണ്ടതിന് ശേഷമാണ്. പക്ഷെ അവർക്ക് മാത്രമേ അതിനകത്ത് ഇറങ്ങാൻ സാധ്യതയുള്ളൂ. വേറെ ആരെ കണ്ണിൽ കണ്ടിട്ടുമില്ല. പിന്നെ അവര് പറഞ്ഞാണ് ജനം മൊത്തം അറിഞ്ഞതും കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെ അതിനുശേഷം 2-3 പേര് കണ്ടെന്നാണ് അഭിപ്രായം. പക്ഷെ ആ അഭിപ്രായത്തിന് എനിക്ക് യോജിപ്പുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ അമ്മച്ചി എന്നെ കണ്ടാണ് പറഞ്ഞത്. ചിലപ്പോ ഊരണല്ലേ. ഇവിടെ ഒരു ഗുഹയുണ്ട്. ഇതെന്താ ഊരാത്ത ചെരുപ്പ്? അതുകൊണ്ട് അവിടെയാണ് ആ കല്ലിലാണ് വിളക്ക് കത്തിക്കുന്നത്. പക്ഷെ ആ കല്ലിന്റെ ആ ഭാഗം വരെയാണ് ഇങ്ങനെ വളഞ്ഞ് ആ ഒരു സർപ്പം ഇരുന്നത് പണ്ടത്തെ കാലത്ത് മൊത്തത്തിൽ. അപ്പൊ ഇവിടെ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയാൽ മാത്രമേ അവിടെ വിളക്ക് കത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ അമ്മച്ചി മാത്രമേ അവിടെ പോയിട്ടുള്ളൂ.
പിന്നെ ആരും എന്താ പോവാൻ അതിനുശേഷം പിന്നെ ഈ സർപ്പത്തിന് അതിനുശേഷം വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചെയ്തില്ലായിരിക്കാം. ഇതാണ് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഐതിഹ്യം. നല്ലൊരു വാർത്തയും ഇവിടെ ഭഗവാന്റെ ഒരു സർപ്പം ഇവിടെ ഉണ്ടെന്നുള്ള ജനങ്ങൾ മൊത്തത്തിൽ വിശ്വസിച്ചത് അന്ന ഒരു കാലവും. ഗായ്സ്, അപ്പോൾ ഞങ്ങളിത് തിരിച്ചിറങ്ങാം കേട്ടോ. ഇനി പറ്റുകയാണെങ്കിൽ ഒരു 1-2 സ്ഥലം കൂടെ കാണാനുണ്ട്. ടൈം ഉണ്ടെങ്കിൽ കാണും. ഇനി വന്ന വഴി തന്നെ തിരിച്ചിറങ്ങുക. വീണ്ടും സ്റ്റാൻഡേർഡ് ഈ വഴി. എൻ്റെ പൊന്നിത് ഏത് വഴിയാ? എടാ നീ ഏത് വഴി ഇറങ്ങണേ? ഇറങ്ങാൻ പറ്റണില്ല. എൻ്റെ പൊന്നു, എൻ്റെ ഇടയിൽ വഴുക്കൽ. ഇതല്ല വഴി. എനിക്ക് തോന്നുന്നു ആ വഴി തന്നെയാ തോന്നുന്നുണ്ട്. ഒന്നും പറ്റില്ലെങ്കിൽ നമുക്ക് ബാക്കപ്പ് പ്ലാൻ ഉണ്ട്, വേറെ വഴിയുണ്ട്. പക്ഷേ നമുക്ക് നോക്കട്ടെ. കുഴപ്പമില്ലടാ, എനിക്ക് കുഴപ്പമില്ല. ഫോണിന് കുഴപ്പമില്ല. അയ്യോ, ഞാൻ ഈ വഴി എന്തായാലും ഇറങ്ങി നോക്കട്ടെ. ഓ, നീ ഇവിടെ എത്തിയ? പെട്ടാശാനെ പെട്ട്. നല്ല പാറ. നമ്മളെങ്ങനെ വന്നേ? ആടാ, അങ്ങനെ തോന്നുന്നുണ്ടാ. ഈ വഴിയാ തോന്നുന്നുണ്ട്. ബാ, ഇതേ ചെറിയൊരു ട്രെയിൽ കാണുന്നുണ്ട്. ഉണ്ടടാ, പാറമേടല്ലേ. വഴി കണ്ടുപിടിച്ചു കേട്ടോ. ഈ വഴി കൂടെ തന്നെ വന്നേ. നോ പ്രഷർ. ഒന്നുമില്ലെങ്കിൽ തിരിച്ച് വീണ്ടും കയറും. ഓക്കെ, ഇതന്നെ വഴി. എന്നിട്ട് വേറെ വഴി കൂടെ ഇറങ്ങാം. അത് കുറച്ച് വളവാന്ന് പറഞ്ഞേ. ഞങ്ങൾ ബൈക്ക് പാർക്ക് ചെയ്ത സ്ഥലത്തിനാണ് കുറച്ച് അധികം വളവുണ്ട്. അപ്പോൾ ഈ വന്ന വഴി തന്നെ ഇറങ്ങണതായിരിക്കും നല്ലത് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഈ വഴി തന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. അവിടെ അറിയാടാ, നീ വല്ലാണ്ട് ചരക്കല്ലേ. ഇറങ്ങിപ്പോ എട്, ഞാൻ നിന്റെ ഗാർഡിയനായിട്ട് പിന്നാലെ ഉണ്ട്. അല്ല, ടിക്കിൻ 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 ടിക്കിൻ. ഈ വഴിയും പോവാം. ഈ വഴിയും പോവാൻ തോന്നുന്നുണ്ട്. ഈ വഴിയാണ് ഞാൻ കയറി. അല്ല, നീ പാറ വഴിയല്ലേ കയറി? അതെ, പാറ വഴിയുടെ വഴിയാണ്. എടാ ഉണ്ടോ? വഴിയുണ്ടോ? ഓക്കെ. ഓ, എൻ്റെ പൊന്നെ, ഇല്ല അല്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ. സോറിടാ, ഇതെന്തായാലും യൂട്യൂബിലുണ്ടാവും. അത് വീഡിയോയിലുണ്ട്. നീ പേടിക്കല്ല ദൈവമേ. ഞാൻ ഈ വഴി വരാടാ. എന്നൊക്കെ ഈശോ, ഇതേതാ വഴി? പെട്ടാ എടാ, ഈ വഴി. ഓക്കെ, ഞാൻ ഈ വഴി വരാം. ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ അടിയിലേക്ക് എത്തി. യെസ്, കമ്മിങ് ഡൗൺ. പക്ഷെ ഇറങ്ങുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും. വഴുക്കലുണ്ട്. പ്ലസ് ഈ വള്ളികൾ കാലിൽ തടയും. അപ്പോൾ വീഴാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ താണ്ടിക്കിടന്ന ആ മരം വീണ് കിടക്കുന്ന സ്ഥലം എത്തി. ഇത് കുറച്ചും കൂടെ ഉള്ളത് അവിടെ കാണാൻ പറ്റും, ആ ഷീറ്റ് വെച്ചതൊക്കെ. ഓക്കെ, ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു. താഴ്വാരത്തെത്തിക്കഴിഞ്ഞു. ഓ, നല്ല കിടിലൻ ട്രക്ക് കേട്ടോ. നല്ല സ്റ്റീപ്പാണ് ട്രക്ക്. വാവ്,
ഈ വഴിയല്ല, ഇതിലൂടെ ഇങ്ങനെ പോയിട്ടാണ് വഴി. അവിടെ ഒരു ഫ്ലെക്സ് ഉണ്ടാവും, അതുകൂടെ കയറാം. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ. ഓ, വണ്ടി കണ്ടപ്പോൾ തന്നെ ഒരു ആശ്വാസം. ഓ, വെയിലായിട്ടാ. അപ്പോൾ ആ പാറ കയറി കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുക. തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ തിരിഞ്ഞ് അപ്പോൾ തന്നെ ഹോട്ടലുണ്ട്. ഞങ്ങളവിടെ ഫുഡ് അടിക്കാൻ കയറുമോ, എവിടെ ഇരുന്ന് കഴിഞ്ഞു. ഇതാട്ടോ ഞങ്ങൾ കഴിച്ച ഫുഡ്, അല്ല ഹോട്ടല് ബന്ദാരീസ് കിച്ചൺ, കാലിക്കറ്റ് കിച്ചൺ. തൊട്ടടുത്താണ് ഞങ്ങളിപ്പോൾ കയറിയ പാറയുടെ തൊട്ടടുത്തായിട്ടാണ്. അതാണ് പാറ അവിടെ, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഫുഡ്. നല്ല ഫുഡാണ്.